നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗതാഗതക്കുരുക്ക്. ഭാര്യാപിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് എത്താനായില്ല. പാലിയേക്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധം. ഇന്നത്തെ അവധി തന്നെ ഓടിത്തോൽപ്പിച്ച സൽമാന് ഡെഡിക്കേറ്റ് ചെയ്ത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ചാലക്കുടി കനകമല റോഡിൽ സ്വകാര്യ ബസിന്റെ അപകടകരമായ യാത്ര. ഡ്രൈവർക്കെതിരെ കേസ്. 4 കോടി രൂപ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 9,65,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. ബസ് കാത്തുനിന്ന യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണും മറ്റും കവർന്ന കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പിടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. വിശദമായ വാർത്തയിലേക്ക്. ഗതാഗതക്കുരുക്ക്. ഭാര്യാപിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് എത്താനായില്ല. പാലിയേക്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധം. പാലിയേക്കര ടോൾ പ്ലാസയിൽ വ്യവസായിയുടെ പ്രതിഷേധം. കനത്ത ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് NTC മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസ് ആണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത 544-ൽ അടിപ്പാത നിർമ്മാണ പ്രദേശങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടത്. കൊടകര പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30-നായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന്റെ ശവസംസ്കാര ചടങ്ങ്. ഇതിനായി നേരത്തെ തന്നെ പുറപ്പെട്ടെങ്കിലും ഗതാഗതക്കുരുക്ക് കാരണം തനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെന്ന് വർഗീസ് ജോസ് പറഞ്ഞു. 1.5 മണിക്കൂറോളം വൈകിയാണ് ചടങ്ങിനെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ ഫാദറിലുണ്ട് അപ്പൊ നാളെ അവന് ഒരു അല്ല അറസ്റ്റിന് വിട്ടുമ്പോ ആയിക്കോട്ടെ വിട്ടോ നാളെ നമ്പർ 100 ബ്രാഞ്ചിലൊരാണ് കാർഡ് കൊടുക്കണം. ഇന്നത്തെ അവധി തന്നെ ഓടിത്തോൽപ്പിച്ച സൽമാന് ഡെഡിക്കേറ്റ് ചെയ്ത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കഴിഞ്ഞ മാസം പാലപ്പിള്ളിയിൽ നടന്ന മാരത്തോണിനിടെയാണ് 7ാം ക്ലാസ്സുകാരനായ സൽമാനെ കളക്ടർ പരിചയപ്പെട്ടത്. ഈ അവധി സൽമാനെ പോലെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായി കളക്ടർ അറിയിച്ചു. വലിയ നേട്ടങ്ങളിലേക്ക് ഓടിക്കുതിക്കുവാൻ സൽമാനും സാധിക്കട്ടെയെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മാരത്തോണിന് മുൻപായി കളക്ടർ സാറിനെ ഓടിത്തോൽപ്പിച്ചാൽ അവധി തരുമോ എന്ന സൽമാന്റെ ചോദ്യവും ഓട്ടവും കളക്ടറുടെ മറുപടിയും ശ്രദ്ധ നേടി. ചാലക്കുടി കനകമല റോഡിൽ സ്വകാര്യ ബസിന്റെ അപകടകരമായ യാത്ര. ഡ്രൈവർക്കെതിരെ കേസ്. ചാലക്കുടി കനകമല പബ്ലിക് റോഡിലൂടെ ബസിന്റെ ഡോർ അടയ്ക്കാതെയും ഡോറിൽ ആളുകൾ തൂങ്ങി നിന്നും മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിലും പനമ്പിള്ളി കോളേജിന് സമീപം വാഹനമോടിച്ചതിന് ചാലക്കുടി പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്ത് ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നാല് കോടി രൂപ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 9,65,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. കാര്യമാത്ര സ്വദേശിനിക്കും ബന്ധുക്കൾക്കും 4 കോടി രൂപ ലോൺ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച്
ഇവരുടെയും ഭർത്താവിന്റെയും കയ്യിൽ നിന്നും പല തവണകളായി 9,60,50,000 രൂപ കൈപ്പറ്റിയ ശേഷം നാളിതുവരെയായി ലോൺ ശരിയാക്കി കൊടുക്കുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയതിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ എണ്ണ ദിനേശൻ എന്നറിയപ്പെടുന്ന വെള്ളാങ്കല്ലൂർ സ്വദേശി മൂത്തേരി വീട്ടിൽ ദിനേശൻ എന്നയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതിക്കാരിക്കും കുടുംബത്തിനും കടബാധ്യത വന്നപ്പോൾ പരാതിക്കാരിയുടെ അനുജത്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു പണയപ്പെടുത്തി ലോൺ എടുക്കുന്നതിന് പരാതിക്കാരി പലരെയും സമീപിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിച്ച ദിനേശൻ പാർട്ണർഷിപ്പിൽ MPD ഫിനാൻസ് ഗ്രൂപ്പ് എന്ന പേരിലുള്ള ഫൈനാൻസ് സ്ഥാപനം നടത്തി വരികയാണെന്നും വസ്തു പണയപ്പെടുത്തി ലോൺ നൽകാമെന്ന് ഫോണിലൂടെയും നേരിട്ടും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് രൂപ തട്ടിയെടുത്തത്. ദേശീയപാതയിൽ 3 പീടികയിൽ രാത്രി ബസ് കാത്തുനിന്ന യുവാവിനെ ആക്രമിച്ച മൊബൈൽ ഫോണും മറ്റും കവർന്ന കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് എടക്കഴിയൂർ എനിപ്പുള്ളി വീട്ടിൽ നികേഷ്, ചാവക്കാട് മതിലകത്ത് വീട്ടിൽ നിസാമുദ്ദീൻ, ചാവക്കാട് തിരുവത്ര സ്വദേശി മേത്തി വീട്ടിൽ മുർഷാദ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. തിങ്കളാഴ്ച പുലർച്ചെ 1:30 ദേശീയപാതയിൽ കയ്പമംഗലം 3 പീടിക സെന്ററിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. എറണാകുളത്തേക്ക് പോകാനായി ബസ് കാത്തുനിന്നിരുന്ന ചളിങ്ങാട് സ്വദേശി പുത്തേഴത്ത് വീട്ടിൽ സാഹിലാണ് അക്രമത്തിനിരയായത്. ബൈക്കിൽ വരികയായിരുന്ന മൂവർ സംഘം സാഹിൽ ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ട് ബൈക്ക് തകരാറിലായെന്ന വ്യാജേന നിർത്തുകയും ഇത് കണ്ട് സഹായിക്കാനെത്തിയ സാഹിലിനെ 2 പേർ ചേർന്ന് മുഖം പൊത്തിപ്പിടിച്ച് ഇരുട്ടത്തേക്ക് കൊണ്ടുപോയി ഇരുമ്പുവടി കൊണ്ട് അടിച്ചും കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയും മൊബൈൽ ഫോണും ചാർജറും പവർ ബാങ്കും പിടിച്ചു വാങ്ങുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പിടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. അത്യാവശ്യ തപാലുകൾ സമയത്തിന് കിട്ടാതെ വലഞ്ഞ് നാട്ടുകാർ. 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ പോസ്റ്റ്മാനെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള തപാൽ വിതരണത്തിന് മാസത്തോളം കാലതാമസം നേരിടുന്നത്. പിരിച്ചുവിട്ട പോസ്റ്റ്മാന് പകരം 2 പേരെ താൽക്കാലികമായി നിയമിച്ചെങ്കിലും അവർക്ക് സ്ഥലത്തെയോ മേൽവിലാസക്കാരെയോ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇതുമൂലം വിതരണം ചെയ്യേണ്ട രജിസ്റ്റേർഡ് ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികളെല്ലാം പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. പരാതി വ്യാപകമായതിനെ തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, വാർഡംഗം K രാകേഷ് തുടങ്ങിയവർ മനക്കൊടി പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. യുവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഗതാഗതക്കുരുക്ക്. ഭാര്യാപിതാവിന്റെ ശവസംസ്കാര ചടങ്ങിന് എത്താനായില്ല. പാലിയേക്കര ടോൾ പ്ലാസയിൽ പ്രതിഷേധം. ഇന്നത്തെ അവധി തന്നെ ഓടിത്തോൽപ്പിച്ച സൽമാന് ഡെഡിക്കേറ്റ് ചെയ്ത് തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ചാലക്കുടി കനകമല റോഡിൽ സ്വകാര്യ ബസിന്റെ അപകടകരമായ യാത്ര. ഡ്രൈവർക്കെതിരെ കേസ്. 4 കോടി രൂപ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 9,60,50,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പിടിയിൽ. ബസ് കാത്തുനിന്ന യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണും മറ്റും കവർന്ന കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പിടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.